പറഞ്ഞാലും വേണ്ടില്ല, എന്റെ ജീവിതകാലത്തിനിടയിൽ ഈ ചാണകക്കുഴിയുടെ പരിസരത്തോട് പോലും പോകാനുള്ള ഇട വന്നിട്ടില്ല. അങ്ങനെ ഒരു ഗതികേട് ഉണ്ടായിട്ടുമില്ല. നിലപാടുകളുടെ രാജകുമാരനെ ഒന്ന് വെട്ടിത്തോൽപ്പിക്കാൻ ശ്രമിച്ചതായിരുന്നു സന്ദീപ് വാര്യർ. പറ്റില്ലടോ, ഇത് കമ്മ്യൂണിസ്റ്റുകാരനാണ്. അർത്ഥം തെറ്റാതെ അന്തസ്സോടെ മനസ്സിൽ തട്ടിക്കൊണ്ട് ഒരു മലയാളിക്ക് വിളിക്കാൻ പറ്റുന്ന കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിലുണ്ടെങ്കിൽ അക്കൂട്ടത്തിൽ ഒരാളായിരിക്കും എം സ്വരാജ്. അന്തസ്സോടെ അഭിമാനത്തോടെ കറപുരളാത്ത മനുഷ്യനെന്ന നിലയിൽ എം സ്വരാജിനെ അഭിസംബോധന ചെയ്യാം. നന്മയുള്ള, ആർജവമുള്ള, നട്ടലുള്ള, തൻ്റെ ഇടമുള്ള, ആത്മാഭിമാനമുള്ള, പൗരബോധമുള്ള, പൊതുബോധമുള്ള ഒരന്തസ്സുള്ള കമ്മ്യൂണിസ്റ്റുകാരനെന്ന് എം സ്വരാജിനെ നമുക്ക് നെഞ്ചിൽ കൈവച്ച് വിളിക്കാം. അങ്ങനെയുള്ള എം സ്വരാജിന് നേരെയാണ് സന്ദീപ് വാര്യർ ഒരു ആരോപണം ഉയർത്തുന്നത്. എം സ്വരാജ് RSSന്റെ ശാഖയിൽ കയറി RSSന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലി എന്ന്. മനോരമ ന്യൂസ് ചാനലിലെ ഒരു ചർച്ചക്കിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം എം സ്വരാജിന് നേരെ സന്ദീപ് വാര്യർ ഉയർത്തുന്നത്. ചർച്ചക്കിടയിൽ ആരോ ഒരാൾ മെസ്സേജ് അയച്ചു എന്നും ആ മെസ്സേജ് അയച്ചത് ഇദ്ദേഹത്തിന്റെ നാട്ടുകാരനാണ് എന്നും അതോടൊപ്പം പറയുന്നു, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എനിക്ക് പറയാനുള്ളത് RSS ഒരു പ്ലാറ്റ്ഫോം ആണ് എന്നും ആ പ്ലാറ്റ്ഫോമുകളിലേക്ക് എം സ്വരാജ് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എത്രയോ നേതാക്കന്മാർ അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമിൽ കയറി നിന്നുകൊണ്ട് RSSന് അനുകൂലമായിട്ട് നിന്നിട്ടുണ്ട് എന്ന് സന്ദീപ് വാര്യർ പറയുന്നുണ്ട്. ഒപ്പം എം സ്വരാജിന് നേരെയുള്ള ആരോപണത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു, നാട്ടുകാരനായ ഒരാളാണ് പറഞ്ഞത്, അതിൽ എത്രത്തോളം വ്യക്തതയുണ്ട് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല എന്നും. സന്ദീപ് വാര്യരെ, RSSന് നേരെ നെഞ്ചു വിരിച്ചുകൊണ്ട് ഇവിടെയുള്ള ന്യൂനപക്ഷ നേതാക്കന്മാർ നിശബ്ദത പാലിച്ചപ്പോൾ, ഇവിടെയുള്ള മുസ്ലിം മതപണ്ഡിതന്മാർ നിശബ്ദത പാലിച്ചപ്പോൾ, ബാബരി മസ്ജിദിന്റെ കേസിൽ വളരെ വ്യക്തമായി തൻ്റെ ഇടത്തോടുകൂടി ആർജവത്തോടുകൂടി അത് നീതി നിഷേധമാണ് എന്ന് RSSന്റെ നെഞ്ചകം കീറുന്ന മറുപടി കൊടുത്ത ആർജവമുള്ള കമ്മ്യൂണിസ്റ്റുകാരനാണ് എം സ്വരാജ്. ആ പേരിൽ തന്നെയുണ്ട് ഒരു തിളക്കം, ആ പേരിൽ തന്നെയുണ്ട് ഒരു തീ. അങ്ങനെയുള്ള ഒരു സ്വരാജിനെ നീ ഇതുപോലെയുള്ള ആരോപണം ഉയർത്തി തളർത്തിക്കളയാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചില നാലാംകിട രാഷ്ട്രീയക്കാരെ പോലെ ഇത്തരത്തിലുള്ള RSS ബന്ധത്തിന്റെ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സമയത്ത് അത് കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മറ്റു പല വിഷയങ്ങളിലേക്കും കടന്നു പോകുമെന്ന് നീ സ്വരാജിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിനക്ക് തെറ്റി. വന്നു നല്ല കിടിലൻ മറുപടി. ഇവിടെ ഒരാൾ എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. എം സ്വരാജ് RSSന്റെ ശാഖയിൽ കയറി നിന്നുകൊണ്ട്, അതും ഒരു ഉപ്പുകുളം എന്ന് പറയുന്ന പ്രദേശത്ത് പോയിട്ട് അവരുടെ പ്രാർത്ഥന ഏറ്റുചൊല്ലി എന്ന്. എൻ്റെ നാട്ടിൽ, എൻ്റെ പ്രദേശത്ത് ഉപ്പുകുളം എന്ന് പറയുന്ന ഒരു ഗ്രാമമില്ല, അങ്ങനെ ഒരു പ്രദേശമില്ല എന്ന് സ്വരാജ് തുറന്നടിച്ച് പറഞ്ഞതിന് ശേഷം പറയുന്നു, അങ്ങനെ RSSന്റെ ആ ചാണകക്കുഴിയുണ്ടല്ലോ, ശാഖ എന്നർത്ഥം, ആ ചാണകക്കുഴിയുടെ 7 അയലത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പോയിട്ടില്ല എന്ന് ആർജവത്തോടെ വിളിച്ചു പറഞ്ഞപ്പോൾ കണ്ടം വഴിയോടേണ്ട അവസ്ഥയാണ് സന്ദീപ് വാര്യറിനുണ്ടായിട്ടുള്ളത്. സന്ദീപ് വാര്യരെ, ചില കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ, അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ ചെറിയ ശതമാനം RSS അനുകൂല നിലപാടുകൾ പുലർത്തുന്ന ആളുകളുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് പോലെ കമ്മ്യൂണിസ്റ്റുകാരനായ സ്വരാജിന് നേരെ ആരോപണം ഉയർത്തി അദ്ദേഹത്തിന് സംഘിപ്പട്ടം നൽകാമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. മറുപടി തരുമ്പോൾ നീയൊന്നും താങ്ങില്ല. നിന്നെപ്പോലെയുള്ള നാലാംകിട രാഷ്ട്രീയക്കാർ വേശ്യാലയത്തിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ചാണകപ്പുരയിൽ നിന്നും വരുന്ന ചില വാക്കുകളെ ഏറ്റുപിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായ എം സ്വരാജിന് നേരെ ആരോപണം ഉയർത്തിക്കഴിഞ്ഞാൽ മറുപടി തന്ന് ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റോടിക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ നിനക്കൊക്കെ നല്ലത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.